എന്തൊക്കെ? വളരെ കൃത്യമായ ആക്രമണം, വളരെ പ്ലാൻഡായ ആക്രമണം എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, കേണൽ സോഫിയ ഖുറേഷി എന്നിവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ സ്ഥിരീകരിക്കേണ്ടി വരുന്നു പാകിസ്ഥാൻ. ഇതാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ മസൂദ് അസറിന്റെ താവളമായിരുന്ന മർക്കസ് സുബാൻ അള്ളയുടെ പുതിയ ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ. ഇതാണ് ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരിളക്കുവാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യം. അത് വിജയം കണ്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഇവിടെ നിന്നാണ് ഭീകരരെ ഇന്ത്യൻ മണ്ണിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടി പരിശീലിപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ലോഞ്ചിങ് പാഡുകളിലേക്ക്, പാക് അധീന കശ്മീരിലെ ലോഞ്ചിങ് പാഡുകളിലേക്ക് ഭീകരരെ അയച്ചിരുന്നത്. ആ ഭീകര കേന്ദ്രമാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ 4 മിസൈലുകൾ അവിടെ പതിച്ചു എന്നുള്ളതാണ്. മൗലാന മസൂദ് അസർ സുരക്ഷിതരായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ്. നേരത്തെ തന്നെ പാകിസ്ഥാനും ISIയും ചേർന്ന് രഹസ്യത്താവളം ഒരുക്കിയിരിക്കാം. നേരത്തെ ഹാഫിസ് സയ്യിദിനെ അത്തരമൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഹാഫിസ് സയ്യിദിനെ മാറ്റി എങ്കിൽ പോലും ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രം തകർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുസാഫറാബാദ് ഹാഫിസ് സയ്യിദ് ഒരു പരിധിവരെയെങ്കിലും നഗരപ്രദേശത്താണ് താമസിക്കുന്നത് എന്ന പ്രത്യേകത. ഇത് ലാഹോറിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്ത് ആണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അവിടെ മഞ്ജുഷ എടുത്തു പറയേണ്ടത്, വാർത്താ സമ്മേളനത്തിലടക്കം ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് വ്യാപനം കുറഞ്ഞ ആക്രമണം എന്നുള്ളതാണ്. അതായത് ഈ ആക്രമണത്തിന്റെ പേരിൽ ഒരു സാധാരണക്കാരന് പോലും ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്ന ആസൂത്രിതമായ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ ആക്രമണം തൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഭീകരരുടെ ക്യാമ്പുകൾ മാത്രം തകർത്ത് തരിപ്പണമാക്കുന്ന ഇന്ത്യൻ ആർമിയുടെ അത്രമേൽ പ്രൊഫഷണൽ ആയ ഇടപെടൽ എന്ന് പറയാം, പ്രൊഫഷണലിസം എന്ന് തന്നെ പറയാം. അങ്ങനെ എവിടെയാണോ ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് അവിടെ കൃത്യമായി ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ആക്രമണം പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ പോലും 10 പേർ മരണപ്പെട്ടിരിക്കുന്നു, കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരുന്നു മസൂദ് അസറിന് എന്നുള്ളതാണ്. മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ ഇന്ത്യക്ക് നേരെ അടക്കം നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ഭൂമിയിൽ കയറിയാണ് ഇന്ത്യ ഇപ്പോൾ തിരിച്ചാക്രമണം നടത്തുന്നത്. അതും തീവ്രവാദികൾക്ക് വേണ്ടി മാത്രമെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുന്നു, ഇന്ത്യ പാകിസ്ഥാനെ അല്ല ആക്രമിച്ചത്, പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ്. പാക് സൈന്യത്തിന് നേരെയല്ല ആക്രമണം, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം, മറിച്ച് ഇന്ത്യയിൽ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്ന, ഇന്ത്യക്ക് നേരെ നിരന്തരമായി ഭീകരാക്രമണങ്ങൾ നടത്തുന്ന പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് 15ാം ദിവസം ഇന്ത്യ തിരിച്ചടിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ വളരെ കൃത്യമായ മറുപടി നൽകുന്നു. ഭീകരരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട്, ഭീകര നേതാക്കളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട് ഭീകര പ്രവർത്തനത്തിന് എന്ത് മറുപടി എന്നുള്ളത്. പതിറ്റാണ്ടുകൾ, ഏതാണ്ട് 3 പതിറ്റാണ്ടായി ഭീകരരുടെ താവളം ആയിരുന്നു. അവർക്ക് പരിശീലനം ലഭിക്കുന്ന മതപഠനം എന്ന് പറയുമ്പോൾ അതിനെ മതപഠനമായി നമുക്ക് കാണാൻ സാധിക്കില്ല, മത തീവ്രവാദ പഠനം എന്ന് മാത്രമേ അതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കൂ. ആയുധ പരിശീലനവും നൽകി വന്നിരുന്ന കേന്ദ്രമാണ് ഇത്. ജയ്ഷയുടെ ബുദ്ധി കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന താവളം തന്നെയാണ് ഇവിടെ ഓപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എക്സിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാക് മാധ്യമങ്ങളും പറയുന്നുണ്ട്. പാക് മാധ്യമങ്ങൾ പറയുന്നത് 14 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ്. മസൂദ് അസറിന്റെ വീട് തകർന്നു എന്നാണ് അവിടുത്തെ പ്രദേശവാസി പറഞ്ഞത്. അതായത് മസൂദ് അസർ ഇവിടെ താമസിക്കുന്ന ആൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതോടൊപ്പം തന്നെ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ പാകിസ്ഥാൻ സർക്കാർ നൽകുന്നില്ല എന്നതാണ്. പാകിസ്ഥാൻ ആർമിയാണ് കുറച്ചു നേരം മുമ്പ് ബ്രീഫ് ചെയ്തത്. അതിനകത്ത് അവർ പറയുന്നത് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അല്ലാതെ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അല്പം മുമ്പ് ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ, മസൂദ് അസറിന്റേതായി ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ശ്രീ വേണുഗോപാൽ, 3 ഭീകര സംഘടനകളുടെ, 1 ജെയ്ഷെ മുഹമ്മദ്, 2 ലഷ്കർ ഇ തോയ്ബ, 3 ഹിസ്ബുൾ മുജാഹിദീൻ, ഈ 3 പേരെയും കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഭീകരതയ്ക്കെതിരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടമായിട്ട് ഇത് മാറുകയല്ലേ ഇന്ത്യയുടെ ഈ തിരിച്ചടി? തീർച്ചയായിട്ടും ഇത് പാകിസ്ഥാൻ
1000 കട്ട്സ് എന്ന് പറയുന്ന മെത്തഡിന് പകരമായിട്ട് ഇന്ത്യ പറയാതെ പറയുകയാണ് ഈച്ച് ആൻഡ് എവറി കട്ട്സ് ദർ വിൽ ബി എ സിവിയർ കട്ട്സ്. അതാണ് നമ്മളിപ്പോ കാണിച്ചിരിക്കുന്നത്. ഓരോ മുറിവിനും മാരകമായ ഒരു മുറിവ് തിരിച്ചടി ഞങ്ങൾ നൽകും എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നമ്മളിപ്പോൾ നടത്തിയത്. 9 കേന്ദ്രങ്ങൾ, നമ്മൾ ഒരു കേന്ദ്രത്തിൽ ആക്രമിച്ചെങ്കിൽ 9 കേന്ദ്രങ്ങളിൽ ആക്രമണം. അതുപോലെ തന്നെ നമ്മൾ 26 പേർക്ക് പകരം അതിന്റെ ഇരട്ടിയിലധികം പേർക്ക്, നമ്മൾ എണ്ണം കൃത്യമായി അറിയില്ല, പക്ഷേ എങ്കിലും 80ഓളം പേർ മരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ആദ്യ നിഗമനങ്ങൾ വരുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ഇപ്പോൾ 3 ഇരട്ടിയോളം പേരെ വകവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം തീവ്രവാദികളായിരുന്നു എന്നുള്ളത് ഇപ്പോ മസൂദ് അസറിന്റെ തന്നെ പ്രസ് റിലീസിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. തീവ്രവാദികൾ ആരായിരുന്നു, അവരെയും അവരുമായി ബന്ധപ്പെട്ടവരെയുമാണ് നമ്മൾ വധിച്ചിരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമായിരിക്കുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നീക്കമാണ്. നമ്മൾ അടിച്ചാൽ ഇനി തിരിച്ചടിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പാണ്. പാകിസ്ഥാൻ ഇപ്പോഴും പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ഉൾപ്പെടെയുള്ള ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിക്കുകയാണ്. പല ഇന്ത്യൻ നേതാക്കളും, അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉണ്ട്, ഈ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമായി ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ അടിവേരിളക്കുന്ന നീക്കമായിട്ട് ഇത് വാഴ്ത്തപ്പെടുകയാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും, വിപുലമായ സൗകര്യങ്ങളാണ് ഈ മദ്രസയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെയായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ. അവിടെ ഭീകരരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ താമസ സൗകര്യവും വിശാലമായിട്ടുണ്ടായിരുന്നതാണ്. ഭീകര നേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താമസിക്കുവാനുള്ള സൗകര്യം ഉള്ളതായിരുന്നു ബഹാവൽപൂരിലെ ഈ മദ്രസ. അവിടമാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. എത്ര കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്ത ഒരു നീക്കമായിരുന്നു ഇന്ത്യയുടേത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അവിടം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാനും കൃത്യമായിട്ട് മിസൈലുകൾ അവിടെ പതിപ്പിക്കുവാനും ഇന്ത്യക്ക് കഴിഞ്ഞു. പാകിസ്ഥാന്റെ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയാണ്. ISIയുടെ ചാരക്കണ്ണുകൾക്കും ഇന്ത്യയുടെ മിസൈലുകളെ തകർക്കുവാൻ കഴിഞ്ഞില്ല, കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല, ഇന്ത്യയുടെ ആക്രമണങ്ങളെ നിരീക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്ന പ്രത്യേകതയും ഉണ്ട്. ശ്രീ വേണുഗോപാൽ, ഇപ്പോഴും ഇരവാദം വീണ്ടും ഉന്നയിക്കുകയാണ് പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയിലേക്ക് ഓടിയിരിക്കുകയാണ് പാകിസ്ഥാൻ. തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പാകിസ്ഥാൻ വരികയാണ്. എന്ത് തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇനി നൽകാൻ പോകുന്നത്? മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി പാകിസ്ഥാൻ ഇനിയും പ്രതീക്ഷിക്കണമല്ലോ. അതെ, പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ ഭയമാണ് എന്നുള്ളതിന്റെ സൂചനയാണ് വീണ്ടും യുഎന്നിലേക്ക് പോകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം തിരിച്ചടിക്കാനാണെങ്കിൽ അവർക്ക് ഇത് ആരോടും ചോദിക്കേണ്ടതില്ല. രാവിലെ തന്നെ അവർ നടത്തിക്കൊണ്ടിരുന്ന ഈ ചെറിയ ചെറിയ മിസൈൽ ആക്രമണങ്ങൾ ഒരു വലിയ സ്കെയിലാക്കി അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അവർ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കറിയാം, തിരിച്ചടിച്ചാൽ ഇനി ഇതിനേക്കാൾ വലിയ മാരകമായ മുറിവുകൾ അവരുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. അവർക്കൊരു സൈനികമായ ഒരു നീക്കത്തിന് ഇപ്പോൾ ശക്തിയില്ല എന്ന് അവർ തെളിയിക്കുകയും, എന്നാൽ അവിടുത്തെ ജനങ്ങളോട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു, നമ്മൾ UN പോയി അതിനാവശ്യപ്പെട്ടതാണ്, പക്ഷെ UN നമ്മുടെ കൈ വരിഞ്ഞു കെട്ടി എന്ന് പറയുന്ന ഒരു ശൈലിക്കാണ് അവർ ശ്രമിക്കുന്നത് തോന്നുന്നു. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് ഇപ്പോൾ ആക്രമിക്കുന്നതിന് യാതൊരു പ്രതിസന്ധിയും ഇല്ലായിരുന്നു. അവർ ആക്രമിക്കാൻ സന്നദ്ധമായിരുന്നെങ്കിൽ ഇരിക്കുകയാണ്. കുറെ കൂടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തന്നെ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് വീണ്ടും ഒരു ഇന്റേണൽ മെസ്സേജ് മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ ശക്തരാണ്, നമ്മൾ തിരിച്ചടിക്കും എന്നുള്ളത്. പക്ഷെ എക്സ്റ്റേണലി അവർ കരയുകയാണ് എന്നുള്ളതാണ് സത്യം. ഈ ആക്രമണം അവർക്ക് വല്ലാത്തൊരു മുറിവ് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരുടെ എല്ലാവിധ കണക്കുകൂട്ടലെയും തെറ്റിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ പോലെ അടിയാണെന്നാണ് പറയുന്നത്. അതായത് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് കൊടുത്തു എന്ന് പറയില്ല, ഇടത് മാറി വലത് കൊടുത്തു എന്ന് പറയുന്ന പോലത്തെ അടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ രാജസ്ഥാനിലെ വ്യോമ പരീക്ഷണം നടത്തുമെന്ന് പറയുകയും അവിടുന്ന് കിലോമീറ്ററുകൾ മാറി നമ്മൾ പഞ്ചാബിന്റെയൊക്കെ ബോർഡറിനോട് ചേർന്ന് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മള് ഓപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് പാകിസ്ഥാനില്ല എന്നുള്ളത് അവർക്ക് ആർമി ലെവലിലും വേണ്ട രീതിയിൽ മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ
ഈ അറ്റംപ്റ്റിന് ശ്രീ വേണുഗോപാൽ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ബഹാവൽപൂരിലെയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ളതാണ് ബഹാവൽപൂർ. അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ. ഇവിടെയാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ താവളം ഉണ്ടായിരുന്നത്. അവിടം ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പോയിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം എന്നുള്ള പ്രത്യേകതയുണ്ട്. അവിടെയാണ് കൊടും ഭീകരനായ ഇന്ത്യക്കെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നതിൽ മുഖ്യ സൂത്രധാരനായിരുന്ന മൗലാന മസൂദ് അസദ് താമസിച്ചിരുന്നത്. മൗലാന മസൂദ് അസറിന്റെ ആസ്ഥാനം എന്ന് പറയാം. ഇവിടെയാണ് കുടുംബാംഗങ്ങളുമായി താമസിച്ചിരുന്നത്. അവിടമാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം. ഇവിടെ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു.